മക്കയിൽ തീർത്ഥാടനത്തിന് പോയ ഹൈദരാബാദ് സ്വദേശികൾക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. 40ഓളം പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവേ സഞ്ചരിച്ച ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അഭിലാഷ് രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഏറെ വേദനിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. ഇന്ത്യക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. 40 എന്നത് ആ ബസ്സിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ രാവിലെ നമുക്ക് പറയാനുള്ളത്. മക്കയിൽ തീർത്ഥാടനം കഴിഞ്ഞ് ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന ബസ്, അതിൽ മുഴുവൻ ഹൈദരാബാദ് സ്വദേശികളാണ്, ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇവർ പോയ വാഹനം മറ്റൊരു ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ 43 പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ളതാണ് വിവരം. അതിൽ 42 പേരും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് എന്ന് പറയുന്ന 25-കാരനാണ് ഈ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്നാണ് വിവരം. ഇയാൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണെന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും മരിച്ചു എന്നുള്ള ദാരുണമായ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതിൽ 20 പേർ സ്ത്രീകളും 11 പേർ കുട്ടികളുമാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് 10 വയസ്സിന് താഴെ മാത്രമാണ് പ്രായമെന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്ത. മദീനയിൽ ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ബദറിനും മദീനയ്ക്കുമിടയിൽ മുഫറാഹാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 1:30, അതായത് സൗദി സമയം രാത്രി 11 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അതിൽ തീർത്ഥാടകൻ മുഴുവൻ ഹൈദരാബാദ് സ്വദേശികളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ 25 വയസ്സുള്ള ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും തീപിടുത്തത്തിൽ കത്തിക്കരിഞ്ഞുപോയി എന്നുള്ളതാണ് വിവരം. ഇതിൽ ഈ ബസ് കൂട്ടിയിടിച്ചത് ഒരു ടാങ്കർ ലോറിയിലാണെന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ മരണസംഖ്യയുടെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ, വാർത്തകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. വാഹനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അതിൽ 20 സ്ത്രീകളും 11 കുട്ടികളും ഉണ്ടെന്നുള്ള ആ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ മരണസംഖ്യയിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്നുള്ള മാത്രം കൃത്യമായ കണക്ക് മാത്രമേ ഇനി സ്ഥിരീകരിക്കാനുള്ളൂ.